Hi all, welcome to Study with PSC. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടുകളെ തുടർന്ന് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ വിദ്യാർത്ഥികൾ സംഘടിച്ചിരുന്നു. അവരുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് രാജി. നിലവിലെ കേന്ദ്ര ഭക്ഷ്യ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷിക്കാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ താൽക്കാലിക ചുമതല. എന്താണ്? കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. എന്തിനാണ്? നീറ്റ് UG പരീക്ഷാ ക്രമക്കേടുകളെ തുടർന്ന് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ വിദ്യാർത്ഥികൾ സംഘടിച്ചിരുന്നു. അവരുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്. അപ്പം നിലവിലെ കേന്ദ്ര ഭക്ഷ്യ വകുപ്പ് മന്ത്രിയായ പ്രഹ്ലാദ് ജോഷിക്കാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ താൽക്കാലിക ചുമതല. അപ്പം ഇപ്പം കേന്ദ്രത്തിലെ താൽക്കാലിക വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് കേന്ദ്രത്തിലെ ഭക്ഷ്യ വകുപ്പ് മന്ത്രിയായ പ്രഹ്ലാദ് ജോഷിയാണ്. അപ്പം രാജിവെച്ച ആളുടെ പേരും പഠിക്കണം, നിലവിലുള്ള ആളുടെ പേരും പഠിക്കണേ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 2026 ജൂലൈ 1 നിലവിൽ വന്ന VBG റാംജി പദ്ധതി പ്രകാരം കേരളത്തിൽ എത്രയാണ് ദിവസവേതനം? 401 രൂപ. ഇമ്പോർട്ടൻ്റ് ആണ്. 2026 ജൂലൈ 1 നിലവിൽ വന്ന VBG റാംജി പദ്ധതി പ്രകാരം കേരളത്തിൽ എത്രയാണ് ദിവസവേതനം? 401 രൂപ. അപ്പോൾ VBG റാം പദ്ധതി നിലവിൽ വന്നത് എന്നാന്ന് ഓർക്കുക, എത്ര രൂപയാണെന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ 2026 ജൂലൈ 1 നിലവിൽ വന്ന VBG റാംജി പദ്ധതി പ്രകാരം കേരളത്തിൽ എത്രയാണ് ദിവസവേതനം? 401 രൂപ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം കവി KG ശങ്കരപിള്ളയ്ക്ക്. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അപ്പോൾ 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് KG ശങ്കരപിള്ളയ്ക്കാണ് കേട്ടോ. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരം നടി ശാരദയ്ക്ക്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പം മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് നടി ശാരദയ്ക്കാണ്. ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായിട്ട് ജസ്റ്റിസ് സൗമൻ സെന്നിനെ നിയമിച്ചു. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൗമൻ സെന്ന്. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമാണ് ആറളം. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമാണ് ആറളം. (2025) ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം മൊസാംബിക് മനുഷ്യാവകാശ പ്രവർത്തക ഗ്രാസ മാർഷലിന്. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ആർക്കാണ്? മൊസാംബിക് മനുഷ്യാവകാശ പ്രവർത്തക ഗ്രാസ മാർഷലിന്. സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാരം പ്രശസ്ത നാഗസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കറിനാണ് കേട്ടോ. സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പ്രശസ്ത നാഗസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കറിനാണ്. കേരളത്തിൻ്റെ എത്രാമത് ചീഫ് സെക്രട്ടറിയാണ് വിശ്വനാഥ് സിൻഹ? 51. കേരളത്തിൻ്റെ എത്രാമത്തെ ചീഫ് സെക്രട്ടറിയാണ് വിശ്വനാഥ് സിൻഹ? 51 കേട്ടോ. അപ്പോൾ കേരളത്തിൻ്റെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ്? വിശ്വനാഥ് സിൻഹ. എത്രാമത്തെയാണ്? 51ാമത്തെ ചീഫ് സെക്രട്ടറി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിക്കപ്പെട്ടത് N ശേഷാദ്രിനാഥൻ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ്? N ശേഷാദ്രിനാഥൻ. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് പ്രിയദർശിനി. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് പ്രിയദർശിനി. കേരളത്തിലെ ആരോഗ്യ മേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും പരിഹരിക്കുക ലക്ഷ്യമിട്ട് ആരോഗ്യ വകുപ്പ് നടത്തുന്ന ജനസമ്പർക്ക പരിപാടിയാണ് കായകൽപ്പം.
കേരളത്തിലെ ആരോഗ്യ മേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും പരിഹരിക്കുക ലക്ഷ്യമിട്ട് ആരോഗ്യ വകുപ്പ് നടത്തുന്ന ജനസമ്പർക്ക പരിപാടിയാണ് കായകൽപ്പം. വേഴു എന്ന മലമുഴക്കി വേഴാമ്പലാണ് 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. വേഴു എന്ന മലമുഴക്കി വേഴാമ്പലാണ് 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. വേഴാമ്പൽ വേഴു എന്നങ്ങ് ഓർത്ത് വെച്ചാൽ മതിയെ, അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. വേഴാമ്പലിനകത്തുനിന്ന് വേഴാമ്പൽ ഷോർട്ടാക്കി എന്താ വേഴു. അപ്പൊ എന്താണ്? വേഴു എന്ന മലമുഴക്കി വേഴാമ്പലാണ് 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ ഗ്രിപ്പ്. ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ ഗ്രിപ്പ്. ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലയുടെ കഥ പറയുന്ന അദ്ദേഹം തന്നെ രചിച്ച ദ സെക്കൻഡ് ഓർബിറ്റ് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ഇവിടെ എന്താണ് നോക്കേണ്ടത്? ദ സെക്കൻഡ് ഓർബിറ്റ് എന്ന പുസ്തകം ആരാണ് രചിച്ചിരിക്കുന്നത്? ആരാണ്? ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ലയാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ കഥ പറയുന്ന പുസ്തകമാണിത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി രചിച്ച പുസ്തകമാണ് ജോർജിയാസ് വിഷൻ. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി രചിച്ച പുസ്തകമാണ് ജോർജിയാസ് വിഷൻ. 72ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഡീറ്റെയിൽസ് നോക്കാവേ. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മമ്മൂട്ടിക്കും വിജയലക്ഷ്മിക്കും പുരസ്കാരം ലഭിച്ചു. മമ്മൂട്ടി മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ഗായികയായിട്ട് വൈക്കം വിജയലക്ഷ്മി തിരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, നോക്കിക്കേ എന്താണ് 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടി മികച്ച നടനായി. ഇത് 4ാം തവണയാണ് മമ്മൂട്ടി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കുന്നത്. ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനും മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചു. നോക്കിക്കേ 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായിട്ട് 2 പേരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്ന് നമ്മുടെ സ്വന്തം മമ്മൂട്ടിയും പിന്നെ മറ്റൊരാൾ കാർത്തിക് ആര്യനും. മമ്മൂട്ടിക്ക് ഈ പുരസ്കാരം മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് ഭ്രമയുഗം എന്ന സിനിമയിലെ അഭിനയത്തിനാണ്. മമ്മൂട്ടിക്ക് 4ാം തവണയാണ് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 370 അഭിനയത്തിന് യാമി ഗൗതം മികച്ച നടിയായി. അപ്പം മികച്ച നടി ആരാണ്? യാമി ഗൗതം. ആർട്ടിക്കിൾ 370 എന്ന സിനിമയിലെ അഭിനയത്തിനാണ് യാമി ഗൗതമിനെ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തത്. അജയന്റെ 2ാം മോഷണം എന്ന ചിത്രത്തിലെ ഗാനത്തിന് വൈക്കം വിജയലക്ഷ്മി മികച്ച പിന്നണി ഗായികയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. നോക്കിക്കേ എന്താണ്? അജയന്റെ 2ാം മോഷണം എന്ന ചിത്രത്തിലെ ഗാനത്തിന് വൈക്കം വിജയലക്ഷ്മി മികച്ച പിന്നണി ഗായികയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. തമിഴ് ചിത്രമായ അമരൻ ഒരുക്കിയ രാജ്കുമാർ പെരിയസ്വാമിയാണ് മികച്ച സംവിധായകൻ. മികച്ച സംവിധായകൻ ആരാണ്? രാജ്കുമാർ പെരിയസ്വാമി. തമിഴ് ചിത്രമായ അമരൻ എന്ന സിനിമ സംവിധാനം ചെയ്തതിലൂടെയാണ് രാജ്കുമാർ പെരിയസ്വാമിനെ മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തത്. ഓക്കെ, ആർട്ടിക്കിൾ 370 മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു കേട്ടോ. ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുത്തത് ആർട്ടിക്കിൾ 370 ആണ്. ആർട്ടിക്കിൾ 370. ആർട്ടിക്കിൾ 370 പറ്റി നമ്മൾ എപ്പോഴും കേൾക്കുന്നതല്ലേ. അപ്പോൾ അതാണ് മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുത്തത്. അങ്ങ് ഓർത്ത് വയ്ക്കുക കേട്ടോ, അതുമായിട്ട് കണക്ട് ചെയ്തിട്ട്. അപ്പോൾ അത് ഓർക്കാൻ എളുപ്പമല്ലേ. ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുത്തത് ഏതാ? ആർട്ടിക്കിൾ 370. ഭ്രമയുഗത്തിലൂടെ ഷെഹനാദ് ജലാൽ മികച്ച ഛായാഗ്രാഹകനുള്ള അവാർഡ് നേടി. അപ്പോൾ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരം നേടിയത് ഷെഹനാദ് ജലാലാണ്. ഭ്രമയുഗം എന്ന സിനിമയിലെ ഛായാഗ്രാഹകനായിരുന്നു. ഫെമിനിച്ചി ഫാത്തിമയാണ് മികച്ച മലയാള ചിത്രം കേട്ടോ. ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച മലയാള ചിത്രം ഫെമിനിച്ചി ഫാത്തിമയാണ്. ഫെമിനിച്ചി ഫാത്തിമ. അൻഗൻ എന്ന ചിത്രം ദേശീയ പുരസ്കാരം നേടുന്ന ആദ്യത്തെ സന്താലി ചിത്രമായി കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ.
ദേശീയ പുരസ്കാരം നേടുന്ന ആദ്യത്തെ സന്താലി ചിത്രം ഏതാണ്? അൻഗൻ. മലയാളിയായ ജോഷി ബെനഡിക്റ്റിന്റെ നിശബ്ദ ചിത്രം ടച്ച്ഡ് ആസ് വാട്ടർ മികച്ച ആനിമേഷൻ ചിത്രത്തിനുള്ള അവാർഡ് സ്വന്തമാക്കി. അപ്പം മികച്ച ആനിമേഷൻ ചിത്രം ഏതാണ്? മലയാളിയായ ജോഷി ബെനഡിക്റ്റിന്റെ നിശബ്ദ ചിത്രമായ ടച്ച് ആസ് വാട്ടറാണ്. ടച്ച് ആസ് വാട്ടറാണ് മികച്ച ആനിമേഷൻ ചിത്രം. സംവിധായകനായ ജയരാജ് അധ്യക്ഷനായ 11-അംഗ ജൂറിയാണ് പുരസ്കാരം നിർണയിച്ചത് കേട്ടോ. ഈ ദേശീയ ചലച്ചിത്ര പുരസ്കാരം നിർണയിച്ചത് ആരാണ്? സംവിധായകനായ ജയരാജ് അധ്യക്ഷനായ 11-അംഗ ജൂറിയാണ് നിർണയിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മമ്മൂട്ടീനെയും വൈക്കം വിജയലക്ഷ്മിനെയും മറന്നു പോരുത് കേട്ടോ. മികച്ച നടൻ നമ്മുടെ മമ്മൂട്ടിയാണ്, മികച്ച പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മിയാണ്. ഓക്കെ, ജസ്റ്റ് അതൊന്നുകൂടി ഒന്ന് നോക്കാവേ. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഡീറ്റെയിൽസ് ഒന്നുകൂടി ഒന്ന് സിമ്പിളായിട്ട് പറയാം. എന്താണ്? മികച്ച നടൻ മമ്മൂട്ടി, കാർത്തിക് ആര്യൻ. അപ്പം മികച്ച നടന്മാർ ആരൊക്കെയാണ്? മമ്മൂട്ടിയും കാർത്തിക് ആര്യനും. മികച്ച നടി യാമി ഗൗതം. മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി. മികച്ച സിനിമ ആർട്ടിക്കിൾ 370. മികച്ച സഹനടൻ സഞ്ജയ് മിശ്ര. മികച്ച സഹനടി സജന നമിദാസ്. മികച്ച ഛായാഗ്രാഹകൻ ഷെഹനാദ് ജലാല്. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. മികച്ച ഗായകൻ അഭയ് ജോധ്പൂർക്കർ കേട്ടോ. മികച്ച ഗായകൻ ആരാണ്? അഭയ് ജോധ്പൂർക്കർ. മികച്ച മലയാള സിനിമ ഫെമിനിച്ചി ഫാത്തിമ. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് പറയാം. മികച്ച നടൻ നമ്മുടെ സ്വന്തം മമ്മൂട്ടിനെ മറന്നു പോകരുത്. മികച്ച പിന്നണി ഗായിക നമ്മുടെ സ്വന്തം വൈക്കം വിജയലക്ഷ്മിനെ മറന്നു പോകരുത്. അതുപോലെ മികച്ച മലയാള സിനിമ ഫെമിനിച്ചി ഫാത്തിമ, അത് മറന്നു പോകരുത്. പിന്നെ മികച്ച സിനിമ അത് മറന്നു പോകരുത്. ആർട്ടിക്കിൾ 370, നമ്മൾ GK എപ്പോഴും പറയുന്ന ഒരു വാക്ക് ആർട്ടിക്കിൾ 370 എന്ന്. അപ്പം ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സിനിമ ആർട്ടിക്കിൾ 370. ഓക്കെ, സംസ്ഥാനത്തെ ആദ്യ ശാസ്ത്രീയ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് സംവിധാനം എവിടെയാണ്? കണിച്ചാൽ, കണ്ണൂര്. സംസ്ഥാനത്തെ ആദ്യ ശാസ്ത്രീയ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് സംവിധാനം എവിടെയാണ്? കണിച്ചാൽ, കണ്ണൂര്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ഹർജീത് സിംഗ് ഗ്രവാൾ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഹർജീത് സിംഗ് ഗ്രവാൾ. 2026 ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരം നേടിയത് അജിത് ഡോവൽ. നിലവിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവലെ. അപ്പോൾ നോക്കിക്കേ, എന്താണ് ഇവിടെ 2 പോയിന്റ് പഠിക്കുന്നുണ്ട്. എന്താ? 2026 ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരം നേടിയതാരാണ്? അജിത് ഡോവല്. അപ്പോൾ നിലവിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? അജിത് ഡോവല്. ഇത് 2026 നടന്ന PSC പരീക്ഷ ചോദിച്ച ചോദ്യമാണ്. നിലവിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണെന്ന്. ആരാണ്? അജിത് ഡോവല്. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മുമ്പ് പഠിച്ചതാണല്ലേ. എന്താണ്? പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ പുതിയ വൈസ് ചെയർമാൻ KM ചന്ദ്രശേഖർ. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ പുതിയ വൈസ് ചെയർമാൻ KM ചന്ദ്രശേഖർ. മുഖ്യമന്ത്രിയാണ് ബോർഡിന്റെ ചെയർമാൻ. അപ്പോൾ സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ചെയർമാൻ ആരാ? മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ. ഓക്കെ, ബ്രിട്ടന്റെ എത്രാമത്തെ പ്രധാനമന്ത്രി ആയാണ് ആൻഡി ബേൺഹാം ചുമതലയേറ്റത്? 59ാമത്തെ. ബ്രിട്ടന്റെ എത്രാമത്തെ പ്രധാനമന്ത്രി ആയിട്ടാണ് ആൻഡി ബേൺഹാം ചുമതലയേറ്റത്? 59ാമത്തെ. അപ്പോൾ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആരാണ് നിലവിൽ? ആൻഡി ബേൺഹാം. ബ്രിട്ടനിലെ ആൻഡി എന്ന് ഓർത്ത് വെച്ചാൽ മതി. ബ്രിട്ടനിലെ ആൻഡി. അപ്പോൾ എന്താണ്? ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആരാ? ആൻഡി ബേൺഹാം. ഹർജിത്ത് സിംഗ് ഗ്രവാൾ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ. ഹർജിത്ത് സിംഗ് ഗ്രവാൾ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ. S. ഗുപ്തൻ നായർ പുരസ്കാരം ഭാഷാശാസ്ത്രജ്ഞൻ ഡോക്ടർ VR
പ്രബോധചന്ദ്രൻ നായർക്ക്. എസ് ഗുപ്തൻ നായർ പുരസ്കാരം പ്രബോധചന്ദ്രൻ നായർക്ക് ലഭിച്ചു. സംസ്ഥാന ബാലശാസ്ത്ര സാഹിത്യ പുരസ്കാരം പ്രദീപ് ഓർക്കാട്ടേരിയുടെ പുല്ലരിമധുരം എന്ന കൃതിക്ക്. സംസ്ഥാന ബാലശാസ്ത്ര സാഹിത്യ പുരസ്കാരം പ്രദീപ് ഓർട്ടാക്കേരിയുടെ പുല്ലരിമധുരം എന്ന കൃതിക്ക്. 2025 ഓടക്കുഴൽ പുരസ്കാരം സാഹിത്യ വിമർശകൻ EP രാജഗോപാലൻ്റെ ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിന്. ഇത് ഈ കഴിഞ്ഞ ദിവസം നടന്ന 10th ഫിലിംസിനൊക്കെ ഈ ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ. 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സാഹിത്യ വിമർശകൻ EP രാജഗോപാലിന്. അദ്ദേഹത്തിൻ്റെ ഏത് കൃതിക്കാണ്? ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിന്. അപ്പോൾ അത് രണ്ടും പഠിക്കുക കേട്ടോ. എന്താണ് 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് EP രാജഗോപാലിനാണ്. കൃതി ഏതാണ്? ഉൾക്കഥ. PT ഉഷ ഇന്ത്യൻ ഒളിമ്പിക് അക്കാദമി പ്രസിഡന്റായി നിയമിതയായി. PT ഉഷ ഇന്ത്യൻ ഒളിമ്പിക് അക്കാദമി പ്രസിഡന്റായി നിയമിതയായി. ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന നേട്ടം കൈവരിച്ച് മലയാളിയായ കാമ്യ കാർത്തികേയൻ. ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന നേട്ടം കൈവരിച്ച് മലയാളിയായ കാമ്യ കാർത്തികേയൻ. ഇന്ത്യയിൽ ആദ്യമായി അപൂർവ രോഗബാധിതരുടെ ഡേറ്റ രജിസ്റ്റർ തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായി അപൂർവ രോഗബാധിതരുടെ ഡേറ്റ രജിസ്റ്റർ തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് കേരളം. 16ാം കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായി ശ്രീ പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. 16ാം കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവാരാണ്? ശ്രീ പിണറായി വിജയൻ. വർഷത്തെ പത്മപ്രഭ പുരസ്കാരം നോവലിസ്റ്റ് R രാജശ്രീക്ക്. 75,000 രൂപയും പത്മരാഗ കല്ല് പതിച്ച ഫലകവുമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് നോവലിസ്റ്റ് R രാജശ്രീക്ക്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചന്ദ്രശേഖർ ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആരെ മറന്നാലും അത് മറക്കരുത് കേട്ടോ. തമിഴ്നാട് മുഖ്യമന്ത്രി ആരാണ്? വിജയ് ആണ്. നമ്മുടെ സ്വന്തം വിജയ് ആണല്ലേ. വിജയനെ അറിയാത്തവരായിട്ട് ആരും കാണത്തില്ലല്ലോ. തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് ചന്ദ്രശേഖർ ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റു. പിന്നെ നമ്മുടെ കേരള മുഖ്യമന്ത്രിനെ മറന്നു പോയേക്കരുതേ. നമ്മുടെ സ്വന്തം VD സതീശൻ. ഓക്കെ, നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രണ്ടുപേരെ നിങ്ങൾക്ക് അറിയാം അല്ലേ. കേരള മുഖ്യമന്ത്രിനെ അറിയാം, തമിഴ്നാട് മുഖ്യമന്ത്രിനെ അറിയാം. ആരെ മറന്നാലും അവരെ മറക്കത്തില്ലല്ലോ. ആരാണ്? നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ, തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്. പശ്ചിമ ബംഗാളിൻ്റെ 9ാമത്തെ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരമേറ്റു. പശ്ചിമ ബംഗാളിൻ്റെ 9ാമത്തെ മുഖ്യമന്ത്രിയായിട്ട് സുവേന്ദു അധികാരമേറ്റു. ഹിമന്ത ബിശ്വ ശർമ്മ അസം മുഖ്യമന്ത്രിയായി 2ാം തവണയും സത്യപ്രതിജ്ഞ ചെയ്തു. ഹിമന്ത ബിശ്വ ശർമ്മ അസം മുഖ്യമന്ത്രിയായിട്ട് 2ാം തവണയും സത്യപ്രതിജ്ഞ ചെയ്തു. പുതുച്ചേരിയുടെ 11ാം മുഖ്യമന്ത്രിയായി N രംഗസ്വാമി അധികാരമേറ്റു. പുതുച്ചേരിയുടെ 11ാം മുഖ്യമന്ത്രിയായിട്ട് N രംഗസ്വാമി അധികാരമേറ്റു. സ്വതന്ത്ര ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി തുടർച്ചയായി കൂടുതൽ ദിവസം പ്രധാനമന്ത്രി പദത്തിലിരുന്നെന്ന റെക്കോർഡ് സ്വന്തമാക്കി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി പദവിയിൽ 4399 ദിവസമാണ് അദ്ദേഹം പൂർത്തിയാക്കിയത്. ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി തുടർച്ചയായി കൂടുതൽ ദിവസം പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? നരേന്ദ്രമോദി. പ്രധാനമന്ത്രി പദവിയിൽ 4399 ദിവസമാണ് അദ്ദേഹം പൂർത്തിയാക്കിയത് കേട്ടോ. അതും മറന്നു പോകരുത്. അഴിമതിരഹിത കേരളം ലക്ഷ്യമിട്ട് വിജിലൻസിൽ പ്രോജക്റ്റ് സീറോ പദ്ധതി പ്രഖ്യാപിച്ച് കേരള സർക്കാർ. അഴിമതിരഹിത കേരളം ലക്ഷ്യമിട്ട് വിജിലൻസിൽ പ്രോജക്റ്റ് സീറോ പദ്ധതി പ്രഖ്യാപിച്ച് കേരള സർക്കാർ. കേരള സർക്കാരിൻ്റെ മഹാശുചീകരണ യജ്ഞ പരിപാടിയാണ് തുടക്കം. കേരള സർക്കാരിൻ്റെ ജനകീയ മഹാശുചീകരണ യജ്ഞ പരിപാടിയാണ് തുടക്കം. ലഡാക്കിലെ ചുമറാണ് ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ അതിർത്തി ഗ്രാമം. ലഡാക്കിലെ ചുമർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ അതിർത്തി ഗ്രാമം. അപ്പം ലഡാക്കിലെ ചുമറാണ് ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ അതിർത്തി ഗ്രാമം. കേരളത്തിലെ വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിലേക്കും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്കും അടുപ്പിക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് കതിര്. കേരളത്തിലെ വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിലേക്കും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്കും അടുപ്പിക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് കതിര്. ഫുട്ബോൾ ലോകകപ്പിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനും
മലയാളിയുമായി കണ്ണൂർ സ്വദേശിയായ തഹ്സീൻ മുഹമ്മദ് ജംഷീദ്. ലോകകപ്പിനുള്ള ഖത്തർ ടീമിലാണ് ജംഷീദ് ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഫുട്ബോൾ ലോകകപ്പിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനും ആദ്യം മലയാളിയും ആരാണ്? കണ്ണൂർ സ്വദേശിയായ തഹ്സീൻ മുഹമ്മദ് ജംഷീദ് കേട്ടോ. ഓർത്ത് വെച്ചോണേ, ഫുട്ബോൾ ലോകകപ്പിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനും മലയാളിയുമായ വ്യക്തിയാണ് തഹ്സീൻ മുഹമ്മദ് ജംഷീദ്. അടുത്ത കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ചു. അപ്പോൾ കരസേനാ മേധാവി ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്ത്. ലോകബാങ്കിൽ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നീൽകാന്ത് മിശ്ര നിയമിതനായി. ലോകബാങ്കിൽ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നീൽകാന്ത് മിശ്ര നിയമിതനായി. അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ എന്ന കൃതിക്ക് US നാഷണൽ ബുക്സ് ക്രിട്ടിക്സ് സർക്കിൾ പുരസ്കാരം. അപ്പോൾ അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ എന്ന കൃതിക്ക് US നാഷണൽ ബുക്സ് ക്രിട്ടിക്സ് സർക്കിൾ പുരസ്കാരം. അപ്പം മദർ മേരി കംസ് ടു മീ എന്ന കൃതി എഴുതിയതാരാണ്? അരുന്ധതി റോയ്. ഓക്കെ, അങ്ങനെയും കൂടെ ഓർത്ത് വെച്ചോണം കേട്ടോ. മദർ മേരി കംസ് ടു മീ എന്ന കൃതി എഴുതിയതാരാ? അരുന്ധതി റോയ്. 2025 സരസ്വതി സമ്മാൻ പുരസ്കാരം രാംകുമാർ മുഖോപാധ്യയുടെ നോവൽ ഹര പാർവതി കഥയ്ക്ക്. 2025 സരസ്വതി സമ്മാനം പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ആർക്കാണ്? രാംകുമാർ മുഖോപാധ്യയ്ക്കാണ്. അദ്ദേഹത്തിൻ്റെ നോവലായ ഹര പാർവതി കഥയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഓക്കെ. ഫ്രാൻസ് ആണ് 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത്. അപ്പം 52ാമത് G7 ഉച്ചകോടിയുടെ വേദി ഏതാണ്? ഫ്രാൻസ്. ഐക്യരാഷ്ട്രസഭയുടെ ആഗോള മാലിന്യ ശൂന്യ നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഏക നഗരസഭയായിട്ട് വർക്കല നഗരസഭ. ഐക്യരാഷ്ട്രസഭയുടെ ആഗോള മാലിന്യ ശൂന്യ നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക നഗരസഭയായിട്ട് ഏതാണ്? വർക്കല നഗരസഭ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം റഷ്യയുടെ മിര ആൻഡ്രിയയ്ക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം റഷ്യയുടെ മിര ആൻഡ്രീവയ്ക്ക്. ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ലയുടെ ഓർമ്മക്കുറിപ്പിന്റെ പേര്? ദ സെക്കൻഡ് ഓർബിറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്. ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ലയുടെ ഓർമ്മക്കുറിപ്പിന്റെ പേരാണ് ദ സെക്കൻഡ് ഓർബിറ്റ്. ഇന്റലിജൻസ് ബ്യൂറോയുടെ മേധാവി മഹേഷ് ദീക്ഷിത്. ഇന്റലിജൻസ് ബ്യൂറോ IBയുടെ മേധാവി ആരാണ് നിലവിൽ? മഹേഷ് ദീക്ഷിത്. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അവതരിപ്പിച്ച ആധാറിന്റെ ഭാഗ്യചിഹ്നമാണ് ഉദയ്. തൃശൂർ ജില്ലക്കാരനായ അരുൺ ഗോകുലാണ് ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്തത്. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അവതരിപ്പിച്ച ആധാറിന്റെ ഭാഗ്യചിഹ്നമാണ് ഉദയ്. തൃശൂർ ജില്ലക്കാരനായ അരുൺ ഗോകുലാണ് ഈ ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കേട്ടോ. 64ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂരിന് കിരീടം. 64ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത് കണ്ണൂരാണ് കേട്ടോ. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായിട്ട് നടൻ മോഹൻലാൽ നിയമിതനായി. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? മോഹൻലാൽ. രാകേഷ് അഗർവാൾ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ മേധാവിയായിട്ട് നിയമിതനായി. രാകേഷ് അഗർവാൾ ദേശീയ അന്വേഷണ ഏജൻസി NIAയുടെ പുതിയ മേധാവിയായിട്ട് നിയമിതനായി. ദിന പവൽ മർക്കോമിക് മെറ്റ പ്രസിഡന്റ് ആൻഡ് വൈസ് ചെയർമാനായി നിയമിതയായി. ദിന പവൽ മർക്കോമിക്ക് മെറ്റ പ്രസിഡന്റ് ആൻഡ് വൈസ് ചെയർമാനായി നിയമിതനായി. മഹേഷ് ദീക്ഷിത് ഇന്റലിജൻസ് ബ്യൂറോ IBയുടെ പുതിയ ഡയറക്ടറായി നിയമിതനായി. IBയുടെ ഡയറക്ടർ ആരാണ്? മഹേഷ് ദീക്ഷിത്. ഡോക്ടർ UP രാജീവ് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ VSSCയുടെ ഡയറക്ടറായി നിയമിതനായി. അപ്പോൾ VSSC ഡയറക്ടർ ആരാണ്? ഡോക്ടർ UP രാജീവ്. എയർ മാർഷൽ ആശുതോഷ് ദീക്ഷിത് വ്യോമസേന ഉപമേധാവിയായി നിയമിതനായി. ആശുതോഷ് ദീക്ഷിത് വ്യോമസേന ഉപമേധാവിയായിട്ട് നിയമിതനായി. എയർ മാർഷൽ ജസ്വീത് സിംഗ് മാൻ ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവിയായി നിയമിതനായി. എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവിയായി നിയമിതനായി. N ശേഷാദ്രിനാഥനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചു. അപ്പം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? N ശേഷാദ്രിനാഥൻ. കേരളത്തിലെ
മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടം കുറിച്ച് നാസ ശാസ്ത്രജ്ഞൻ അനിൽ മേനോൻ. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോമോസിന്റെ സോയൂസ് MS-29 പേടകത്തിൽ ജൂലൈ 14 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത്. 8 മാസം ബഹിരാകാശത്ത് ചെലവിടും. നോക്കിക്കേ, എന്താണ് ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടം കുറിച്ച നാസ ശാസ്ത്രജ്ഞൻ ആരാണ്? അനിൽ മേനോൻ. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി ആരാണ്? അനിൽ മേനോൻ. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസിന്റെ സോയൂസ് MS-29 പേടകത്തിൽ ജൂലൈ 14 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത്. 8 മാസം അവിടെ ചെലവഴിക്കും. പുതിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റു. അപ്പോൾ പുതിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? പ്രഹ്ലാദ് ജോഷി. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ഉപാധ്യക്ഷനായിട്ട് KM ചന്ദ്രശേഖർ നിയമിതനായി. സംസ്ഥാന ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷനായിട്ട് KM ചന്ദ്രശേഖർ നിയമിതനായി. ഹർജിത്ത് സിംഗ് ഗ്രവാള് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ പുതിയ ചെയർമാനായി. ഹർജിത്ത് സിംഗ് ഗ്രവാള് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായി. ഇതെല്ലാം നമ്മൾ മുമ്പ് പഠിച്ചതാണ് അല്ലേ? ഓക്കെ, ഒന്നുകൂടി ഒന്ന് റീകളക്ട് ചെയ്യുക കേട്ടോ. അനുരാഗ് ജെയിന് നീതി ആയോഗിന്റെ പുതിയ CEO ആയിട്ട് നിയമിതനായി. ഇമ്പോർട്ടൻ്റ് ആണ്. അനുരാഗ് ജെയിൻ ആണ് നീതി ആയോഗിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO. വൈസ് അഡ്മിറൽ AN പ്രമോദ് നാവികസേന ഉപമേധാവിയായിട്ട് നിയമിതനായി. എയർ മാർഷൽ തേജ്പാൽ സിംഗ് വ്യോമസേന ഉപമേധാവിയായിട്ട് നിയമിതനായി. യുണൈറ്റഡ് നേഷൻസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിന്റെ പുതിയ പ്രസിഡന്റായിട്ട് അമർ ബഡ്ജാമ നിയമിതനായി. രാജ്യത്തെ മത്സര പരീക്ഷകളുടെ ഘടനയും നടത്തിപ്പും പരിഷ്കരിക്കാനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല കർമ്മസേനയുടെ അധ്യക്ഷൻ നന്ദൻ നിലകേനായി നിയമിതനായി. രാജ്യത്തെ മത്സര പരീക്ഷകളുടെ ഘടനയും നടത്തിപ്പും പരിഷ്കരിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല കർമ്മസേനയുടെ അധ്യക്ഷനാരാണ്? നന്ദൻ നിലേകാനി നിയമിതനായി. ഓക്കെ, അപ്പം ഞാൻ ഈ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്ന് നിങ്ങൾ പ്രത്യേകം പഠിക്കുക കേട്ടോ. അല്ലാത്തത് വെറുതെ ഒന്ന് വായിച്ചു വിട്ടാൽ മതി ഇതിൽ. ഓക്കെ, അപ്പോൾ എന്താണ്? നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാ? അനുരാഗ് ജെയിന്. പുതിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. സംസ്ഥാന ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ KM ചന്ദ്രശേഖർ. ന്യൂനപക്ഷ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ഹർജിത്ത് സിംഗ് ഗ്രവാള്. മത്സര പരീക്ഷകളുടെ ഘടനയും നടത്തിപ്പും പരിഷ്കരിക്കാനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല കർമ്മസേനയുടെ അധ്യക്ഷൻ നന്ദൻ നിലേകാനി. ഓക്കെ. ടെസ്ല, SpaceX എന്നീ സ്ഥാപനങ്ങളുടെ ഉടമയായ ഇലോൺ മസ്ക് ലോകത്തിലെ ആദ്യ $1 ട്രില്യണർ $1,00,000 കോടി സമ്പത്തിനുടമയായി. ടെസ്ല, SpaceX എന്നീ സ്ഥാപനങ്ങളുടെ ഉടമയായ ഇലോൺ മസ്ക് ലോകത്തിലെ ആദ്യ $1 ട്രില്യണർ അതായത് $1,00,000 കോടി സമ്പത്തിന് ഉടമയായി. അടുത്ത കരസേനാ മേധാവിയായിട്ട് ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ചു. അപ്പോൾ കരസേനാ മേധാവി ആരാണ്? ധീരജ് സേത്ത്. ലോകബാങ്കിൽ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നീൽകാന്ത് മിശ്ര നിയമിതനായി. ലോകബാങ്കിൽ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നീൽകാന്ത് മിശ്ര നിയമിതനായി. വിഴിഞ്ഞം അന്താരാഷ്ട്ര സീപോർട്ട് ലിമിറ്റഡിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറായിട്ട് ജെറോമിക് ജോർജ് നിയമിതനായി. വിഴിഞ്ഞം അന്താരാഷ്ട്ര സീപോർട്ട് ലിമിറ്റഡിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറായിട്ട് ജെറോമിക് ജോർജ് നിയമിതനായി. വിശ്വനാഥ് സിൻഹയാണ് കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? വിശ്വനാഥ് സിൻഹ. നാഷണൽ സ്റ്റാറ്റിക്കൽ കമ്മീഷൻ ചെയർമാനായിട്ട് ഡോക്ടർ സൈബൽ ചതോപാധ്യായ നിയമിതനായി. നാഷണൽ സ്റ്റാറ്റിക്കൽ കമ്മീഷൻ ചെയർമാനായിട്ട് ഡോക്ടർ സൈബൽ ചതോപാധ്യായ നിയമിതനായി. ഓറിയന്റൽ റിപ്പബ്ലിക് ഓഫ് യുറോഗ്വേയിലെ പുതിയ ഇന്ത്യൻ സ്ഥാനാധിപതിയായി നിയമിതനായത് ബിനോയ് ജോർജ് ആണ് കേട്ടോ. ഓറിയന്റൽ റിപ്പബ്ലിക് ഓഫ് യുറോഗ്വേയിലെ പുതിയ ഇന്ത്യൻ സ്ഥാനാധിപതിയായിട്ട് ഡോക്ടർ ബിനോയ് ജോർജ് നിയമിതനായി. ONV സാഹിത്യ പുരസ്കാരം M മുകുന്ദന്. ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് M മുകുന്ദനാണ്. ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം തായ്വാനീസ് എഴുത്തുകാരി യാങ് ഷുവാങ്സിയുടെ തായ്വാൻ ട്രാവലോഗ് എന്ന നോവലിനാണ്. ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം തായ്വാനീസ് എഴുത്തുകാരി യാങ് ഷുവാങ്സിയുടെ തായ്വാൻ ട്രാവലോഗ് എന്ന നോവലിനാണ്.
കേരളത്തിൻ്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനമാണ് കവച്. കേരളത്തിൻ്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം കവച്. വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ VBG റാംജി പദ്ധതി 2026 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്നു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. കഴിഞ്ഞ 10th പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് VBG റാംജിയുടെ പൂർണ്ണ രൂപം എന്താണ് വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ. ഇത് പ്രാബല്യത്തിൽ വന്നത് എന്ന് മുതലാണ്? 2026 ജൂലൈ 1 മുതൽ. ഇമ്പോർട്ടൻ്റ് ആണേ. അപ്പോൾ വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ VBG റാംജി പദ്ധതി പ്രാബല്യത്തിൽ വന്നത് എന്ന് മുതലാണ്? 2026 ജൂലൈ 1 മുതൽ. അപ്പോൾ അതിൻ്റെ പൂർണ്ണ രൂപം പഠിക്കുക, എന്ന് മുതലാണ് പ്രാബല്യത്തിൽ വന്നതെന്നും കൂടി. വിശ്വനാഥ് സിൻഹയാണ് കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറി. വിശ്വനാഥ് സിൻഹ നാഷണൽ സ്റ്റാറ്റിക്കൽ കമ്മീഷൻ ചെയർമാനായിട്ട് ഡോക്ടർ സൈബൽ ചതോപാധ്യായ നിയമിതനായി. ഓറിയന്റൽ റിപ്പബ്ലിക് ഓഫ് ഉറുഗ്വേയിലെ പുതിയ ഇന്ത്യൻ സ്ഥാനാധിപതിയായിട്ട് ഡോക്ടർ ബിനോയ് ജോർജ് നിയമിതനായി. N ശേഷാദ്രിനാഥനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിച്ചു. ഡോക്ടർ UP രാജീവ് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ VSSCയുടെ ഡയറക്ടറായിട്ട് നിയമിതനായി. ആരാണ്? ഡോക്ടർ UP രാജീവാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ VSSCയുടെ ഡയറക്ടർ. 2026 10ാമത് T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം ഇന്ത്യക്ക്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ന്യൂസിലാൻഡിനെ 96 റൺസിന് തകർത്താണ് ഇന്ത്യ ലോക ചാമ്പ്യന്മാരായത്. അപ്പോൾ എന്താണ്? 2026 10ാമത് T20 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ന്യൂസിലാൻഡിനെ 96 റൺസിന് തകർത്താണ് ഇന്ത്യ ലോക ചാമ്പ്യന്മാരായത്. നിങ്ങളെല്ലാവരും കളി കണ്ടു കാണുമോ അല്ലേ? ഞാൻ കണ്ടായിരുന്നു കേട്ടോ ഇന്ത്യ ജയിക്കുന്നത്. ഓക്കെ, അപ്പം മിക്കവർക്കും കളി കണ്ടതുകൊണ്ട് ഇത് എന്തായാലും നിങ്ങൾ ശരിയാക്കുമല്ലോ അല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ 2026 10ാമത് T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം ആർക്കാണ്? നമ്മുടെ സ്വന്തം ഇന്ത്യക്ക്. പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അശോക് ലാഹിരി നീതി ആയോഗിന്റെ ഉപാധ്യക്ഷനായിട്ട് നിയമിതനായി. അപ്പം നീതി ആയോഗിന്റെ ഉപാധ്യക്ഷനാരാണ്? അശോക് ലാഹിരി. മുമ്പ് പഠിച്ചതാണ് എന്താ? നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? അനുരാഗ് ജെയിൻ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നീതി ആയോഗ് എന്ന് പറയുമ്പോൾ 3 പേരെ ഓർത്തോണം. ആരൊക്കെയാണ്? നീതി ആയോഗിന്റെ ചെയർമാൻ. നിലവിലാരാ? നീതി ആയോഗിന്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. നിലവിലെ ചെയർമാൻ ആരാണ്? ശ്രീ നരേന്ദ്രമോദിയാണ്. അപ്പം നീതി ആയോഗിന്റെ ചെയർമാൻ ആരാ? നരേന്ദ്രമോദി. നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ ആരാണ്? അശോക് ലാഹിരി. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? അനുരാഗ് ജെയിൻ. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അനുരാഗ് ജെയിൻ. ഓക്കെ. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് വിഭാഗത്തിൽ ഇന്ത്യയുടെ സാത്വിക് ചിരാഗ് ഷെട്ടി സഖ്യം ചാമ്പ്യന്മാരായി. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് വിഭാഗത്തിൽ ഇന്ത്യയുടെ സാത്വിക് ചിരാഗ് ഷെട്ടി സഖ്യം ചാമ്പ്യന്മാരായി. 2026 കോമൺവെൽത്ത് ഗെയിംസ് ജൂലൈയിൽ സ്കോട്ട്ലൻഡിൽ നടക്കും. 2026 കോമൺവെൽത്ത് ഗെയിംസ് നടന്നിരിക്കുന്നത് സ്കോട്ട്ലൻഡിലാണ് കേട്ടോ. സ്വാതന്ത്ര്യലബ്ധിയുടെ 250ാം വാർഷികം ആഘോഷിച്ച് അമേരിക്ക. സ്വാതന്ത്ര്യലബ്ധിയുടെ 250ാം വാർഷികം ആഘോഷിച്ച് അമേരിക്ക. ാണ് കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന AI ഉച്ചകോടിയുടെ വേദി. കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന AI ഉച്ചകോടിയുടെ വേദി ഏതാണ്? കോവളം. ലോസ് ആഞ്ചലസിലെ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ 2026 ഫെബ്രുവരി 12 പ്രദർശിപ്പിക്കുന്ന മലയാള സിനിമയാണ് പ്രമയുഗം. ലോസ് ആഞ്ചലസിലെ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ 2026 ഫെബ്രുവരി 12 പ്രദർശിപ്പിക്കുന്ന മലയാള സിനിമയാണ് പ്രമയുഗം. പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് അക്ഷരോന്നതി. പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് അക്ഷരോന്നതി.
മഹേഷ് ദീക്ഷിത് ഇന്റലിജൻസ് ബ്യൂറോ IBയുടെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതനായി. ഇന്റലിജൻസ് ബ്യൂറോയുടെ IBയുടെ പുതിയ ഡയറക്ടർ മഹേഷ് ദീക്ഷിത്. ലോകകപ്പ് ഫുട്ബോളിൽ തുടർച്ചയായി 8 മത്സരങ്ങളിൽ ഗോൾ നേടുന്ന ആദ്യ താരത്തിനുടമയായി അർജന്റീനയുടെ ലയണൽ മെസ്സി. ലോകകപ്പ് ഫുട്ബോളിൽ തുടർച്ചയായി 8 മത്സരങ്ങളിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡിനുടമയായിട്ട് അർജന്റീനയുടെ ലയണൽ മെസ്സി. അപ്പോൾ ഇത്തവണത്തെ ഫിഫ ലോകകപ്പിൽ ആരാണ് വിജയിച്ചത്? സ്പെയിനാണ് വിജയിച്ചത്. റണ്ണറപ്പ് നമ്മുടെ മെസ്സിയുടെ ടീമായ അർജന്റീനയാണ് കേട്ടോ. ഇത്തവണ മെസ്സി തോറ്റുപോയി, അർജന്റീന തോറ്റുപോയി. വിജയിച്ചത് ആരാണ്? സ്പെയിനാണ്. റണ്ണറപ്പാണ് അർജന്റീന. എനിക്ക് നമ്മുടെ മെസ്സി ഉണ്ടല്ലോ കേരളത്തിൽ വരാത്തതുകൊണ്ടൊരു ഞാൻ സ്പെയിൻ്റെ കൂടെ ആയിരുന്നു ഫൈനലിൽ സ്പെയിനും അർജന്റീനയും ആയിരുന്നല്ലോ. എനിക്ക് സ്പെയിൻ ജയിക്കണമെന്നായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഇത്രയും ഫുട്ബോൾ ആരാധകർ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടേ കേരളത്തിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് മെസ്സി വന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മെസ്സിയോടൊരു കുഞ്ഞ് പിണക്കം. അതുകൊണ്ട് എനിക്ക് സ്പെയിൻ ജയിക്കണമെന്നായിരുന്നു. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ സ്പെയിനാണ് ജയിച്ചത്. ഓക്കെ. അപൂർവ രോഗം ബാധിച്ചവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കെയർ. അപൂർവ രോഗം ബാധിച്ചവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി കെയർ 2027 AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് സ്വിറ്റ്സർലൻഡിലെ ജനീവ വേദിയാകും. 2027 AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് സ്വിറ്റ്സർലൻഡിലെ ജനീവ വേദിയാകും. 2028 നിർമ്മിത ബുദ്ധി AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് UAE ആതിഥേയത്വം വഹിക്കും. 2028 AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് UAE ആതിഥേയത്വം വഹിക്കും. 2025 ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വൈബ്രൻസി റാങ്കിങ്ങിൽ ഇന്ത്യക്ക് 3-ാം സ്ഥാനം. US, ചൈന എന്നീ രാജ്യങ്ങളാണ് ആദ്യ സ്ഥാനങ്ങളിൽ. 2025 ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വൈബ്രൻസി റാങ്കിങ്ങിൽ ഇന്ത്യക്ക് 3-ാം സ്ഥാനം. US, ചൈന എന്നീ രാജ്യങ്ങളാണ് ആദ്യ 2 സ്ഥാനങ്ങളിൽ. സംസ്ഥാനത്തെ ലഹരി മയക്കുമരുന്ന് സംഘങ്ങളുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട്. സംസ്ഥാനത്തെ ലഹരി മയക്കുമരുന്ന് സംഘങ്ങളുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട്. ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന 10th പ്രിലിംസിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ജനനി. മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ജനനി. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യയുടെ ഹർമൻപ്രീത് കൗർ. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യയുടെ ഹർമൻപ്രീത്. കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളമുള്ള പാലമാണ് പെരുമ്പളം. കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളമുള്ള പാലമാണ് പെരുമ്പളം. 2026 ജനുവരിയിൽ ഇന്ത്യയിൽ നിന്ന് റാംസാർ സൈറ്റിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളാണ് പാട്ന പക്ഷി സങ്കേതവും ഹരിതണ്ടും. പാട്ന പക്ഷി സങ്കേതം ഉത്തർപ്രദേശിലാണ്, ഹരിതണ്ട് ഗുജറാത്തിലാണ്. അപ്പോൾ 2026 ജനുവരിയിൽ ഇന്ത്യയിൽ നിന്ന് റാംസാർ സൈറ്റിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളാണ് പാട്ന പക്ഷി സങ്കേതവും ഹരിതണ്ടും. സംസ്ഥാനത്തെ പക്ഷികളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങുന്ന ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കിയ 2ാമത്തെ സംസ്ഥാനമാണ് ഗോവ. ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. അപ്പം സംസ്ഥാനത്തെ പക്ഷികളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങുന്ന ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കിയ 2ാമത്തെ സംസ്ഥാനം ഗോവ, ആദ്യ സംസ്ഥാനം കേരളം. 2026 ജൂണിലെ കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ലൈൻ ഷെന്ന്. 2026 ജൂണിലെ കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ലൈൻ ഷെന്ന്. 2026 നാറ്റോ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം അങ്കാറ. തുർക്കിയിലെ അങ്കാറയാണ് കേട്ടോ 2026 നാറ്റോ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിൻ്റെ പുതിയ ഡയറക്ടർ UP രാജീവ്. മുമ്പ് പഠിച്ചതാണ്. വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിൻ്റെ പുതിയ ഡയറക്ടർ ആരാണ്? UP രാജീവ്. പോലീസ് സ്റ്റേഷൻ വളപ്പിലും സമീപത്തും കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യാനുള്ള പദ്ധതിയാണ് സ്പേസ്. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പിലും സമീപത്തും കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യാനുള്ള പദ്ധതിയാണ് സ്പേസ്. 2026 നാറ്റോ ഉച്ചകോടി ജൂലൈ 7, 8 തീയതികളിൽ തുർക്കിയിലെ അങ്കാറയിൽ നടന്നു. അപ്പോൾ 2026 നാറ്റോ ഉച്ചകോടി നടന്നിരിക്കുന്നത് തുർക്കിയിലെ അങ്കാറയിലാണ്. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഓസ്ട്രേലിയ ചാമ്പ്യന്മാർ.
ലോർഡ്സിൽ നടന്ന ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. അപ്പോൾ വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഓസ്ട്രേലിയയാണ് കേട്ടോ ചാമ്പ്യന്മാർ. ഓർത്തു വെച്ചോണം, വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഓസ്ട്രേലിയ ചാമ്പ്യന്മാർ. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന ബൗളറായി ഇന്ത്യയുടെ ദീപ്തി ശർമ്മ. 356 വിക്കറ്റാണ് ദീപ്തി ശർമ്മ ഇതുവരെ നേടിയത്. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന ബൗളറായത് ആരാണ്? ഇന്ത്യയുടെ ദീപ്തി ശർമ്മ. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറിന്. അപ്പോൾ വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാരാണ്? യാനിക് സിന്നർ. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ലിൻഡ നോസ്കോവയ്ക്ക്. അപ്പോൾ വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ലിൻഡ നോസ്കോവ. 2026 ആബേൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഗെയ്ഡ് ഫ്ലാറ്റിങ്സിനാണ് കേട്ടോ. 2026 ആബേൽ പുരസ്കാരം ഗെയ്ഡ് ഫ്ലാറ്റിങ്സിന്. KPP നമ്പ്യാർ പുരസ്കാരം ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണന്. KPP നമ്പ്യാർ പുരസ്കാരം ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണന്. ISROയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ. ഓർത്തു വെച്ചോണേ, ISROയുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 മലയാള വിഭാഗത്തിനുള്ള യുവ പുരസ്കാരം അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 മലയാള വിഭാഗത്തിനുള്ള യുവ പുരസ്കാരം അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്. ഈ അടുത്തിടെ 2026 ചോദിച്ച PSC പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ രചിച്ചത് ആരാണെന്ന്. ആരാണ്? അഖിൽ പി ധർമ്മജൻ. ഓക്കെ. 2025 OV വിജയൻ സ്മാരക നോവൽ അവാർഡ് KV മോഹൻകുമാറിൻ്റെ ഉല എന്ന നോവലിന്. 2025 OV വിജയൻ സ്മാരക നോവൽ അവാർഡ് KV മോഹൻകുമാറിൻ്റെ ഉല എന്ന നോവലിന്. ഓക്കെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്ത് വരിക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ പീസ് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ ഞാൻ വേറൊരു കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതായത് 2026 PSC പരീക്ഷകളിൽ ചോദിച്ച എല്ലാ കറണ്ട് അഫയേഴ്സും കൂടെ ഉൾപ്പെടുത്തി വേറൊരു ക്ലാസ്സും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ കണ്ടു പഠിക്കണം കേട്ടോ. അത് കാണാൻ മറക്കരുത്. കാരണം വെച്ചാൽ ഇത് രണ്ടും പഠിച്ചോണം. കാരണം എവിടുന്നാ ചോദ്യം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസാണ്. എനിക്ക് എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇതിലുള്ളത്. ഇത് മാത്രം പഠിച്ചാൽ പോരാ. അതുപോലെ തന്നെ 2026 PSC പരീക്ഷകളിൽ ചോദിച്ച കറണ്ട് അഫയേഴ്സിൻ്റെ വേറൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയും നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതും കൂടെ പഠിച്ചോണം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക, നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്ത് വരിക. ഓക്കെ. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.